ഹലോ. പതിവ് പോലെ എൻ്റെ പാത്രങ്ങൾ എന്നെ നോക്കി കരയുന്നുണ്ട്. പക്ഷേ ഈ തവണ ഞാൻ അവരെടുക്കാനോ തലോടാനോ ഒന്നും ഞാൻ പോയില്ല. കാരണം വേറൊന്നുമില്ല, എനിക്ക് വേറൊരാൾ നല്ലൊരു മുട്ടൻ പണി തന്നിട്ടിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ഇന്ന് എൻ്റെ കസിൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസിൻ പറഞ്ഞു, ചേച്ചി ചേട്ടന് പനിയുണ്ടെങ്കിൽ നല്ല രസം വെച്ച് കൊടുക്കുക ചേച്ചി, ചേട്ടൻ ആളങ്ങ് ഉഷാറായിക്കോളും എന്ന് പറഞ്ഞു. പിന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി ആൾ പിന്നെ എൻ്റെ പുറകെ നിന്ന് മാറിയിട്ടില്ല. രസം കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് പിന്നെ ആളെൻ്റെ പുറകെ നടന്നത്. എന്നാൽ ശരി വച്ച് കളയാം. പിന്നെ ഇതുണ്ടാക്കാൻ മടിക്കുന്നതിൻ്റെ കാരണം രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ 2 തവണ രസം വെച്ച് ഫ്ലോപ്പായി പോയ ഒരാളാണ്. കാരണം അത് വായിൽ പോലും വയ്ക്കാൻ കൊള്ളില്ലാഞ്ഞിട്ട് എടുത്ത് ഞാനത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഉണ്ടാക്കുമ്പോൾ അങ്ങ് എന്താ പറയുക, മൂക്ക് നീറി കണ്ണ് നീറി വായി നീറി അങ്ങ് അണ്ടാടാൻ വരെ നീറും. കാരണം ഈ മസാല എല്ലാം കൂടി അരച്ചെടുത്ത് പിന്നെ അത് മൂപ്പിച്ചൊക്കെ എടുക്കുമ്പോഴേക്കും ആകെ നീറ്റിലും പുകയിലും പിന്നെ എൻ്റെ അടുക്കള എന്താ പറയുക ഒരു ഹോമകുണ്ടോ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ രസം ഉണ്ടാക്കാൻ മടിക്കുന്നത്. വേറെ എന്ത് ഭക്ഷണം വേണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷേ രസം ഞാൻ ഉണ്ടാക്കാൻ മടിക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. എന്താ പറയുക, എരിഞ്ഞങ്ങ് പുകയാൻ തുടങ്ങും മുഖമൊക്കെ. പിന്നെ എന്തായാലും ഞാൻ ഉണ്ടാക്കി. പക്ഷേ എന്താ പറയുക, ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആകെ ടയേർഡായി, വേർത്ത് കുളിച്ചൊരു പരിവായി. പക്ഷേ എൻ്റെ കെട്ടിയവൻ, നല്ലവനായ കെട്ടിയവൻ, എനിക്ക് എന്താ പറയുക നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി തന്ന് സൈഡിൽ കൂടെ എന്നെ ചീത്തയും വിളിക്കുന്നുണ്ട്. അത് പോട്ടെ. പിന്നെ ഞാൻ പോയി ഫ്രഷായിട്ട് വന്നിട്ട് ആ രസം അങ്ങ് ഞാൻ കുടിച്ചെൻ്റെ മോനെ, ഒന്നീ പഴച്ച 3 മൂന്നാമത്തെ അറ്റംപ്റ്റിൽ ഞാനങ്ങ് സ്കോർ ചെയ്തു. പിന്നെ ആ കഞ്ഞിയിൽ ഇച്ചിരി രസം ഒഴിച്ച് കുടിച്ചു. ആളുടെ പനിയൊക്കെ പോയി, ആളിപ്പോൾ ഓക്കെയാണ്. അപ്പോൾ എൻ്റെ ക്ലീനിങ്ങും കഴിഞ്ഞു. ബായ്.